കാർ ഗാരേജിൻ്റെ ഇന്നോവ കൺവേർഷൻ, അതായത് ടൈപ്പ് 4 പഴയ മോഡൽ ഇന്നോവേനെ പുതിയ മോഡലാക്കി മാറ്റി കൺവേർട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്, നമ്മുടെ പിക്കപ്പ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിൻ്റെ പാർട്സിൻ്റെ പർച്ചേസിങ്ങിൽ പോവാം. നമുക്ക് വരേണ്ട സാധനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അതായത് ടൈപ്പ് 4 വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ നമ്മളുടെ ഗാരേജിൽ വരുന്ന എമൗണ്ട്, നമ്മളുടെ കാർ ഗാരേജിൽ വരുന്ന ടൈപ്പ് 4 കൺവേർഷൻ, പെയിൻറ്റിങ്, ഫുൾ പെയിൻറ്റിങ്, വിത്തൗട്ട് ഫുൾ പെയിൻറ്റിങ്, അതിൻ്റെയൊക്കെ എമൗണ്ടുകൾ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്ക്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിനെ പറ്റി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അടുത്ത പെയിൻറ്റ് പർച്ചേസ് ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ അതും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ സായിന്ന് ഒരു എർട്ടിഗയുടെ ബമ്പർ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ കൂടെ പറയുകയാണ്, ഇന്നോവ മാത്രമല്ല നമ്മളുടെ എർട്ടിഗയും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, പിന്നെ അതിൻ്റെ അണ്ടർ ഗ്രില്ലൊക്കെ റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എർട്ടിഗ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ പുതിയ മോഡലിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം പിന്നീട്. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചേട്ടായി വെച്ചോത്ത്. ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നോവ ടൈപ്പ് 4ൻ്റെ പാർട്സ് ഫുള്ളും പർച്ചേസ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ഗാരേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ, ഫ്രണ്ട് ബോണറ്റ്, 2 സൈഡ് ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഗാരേജിലെത്തിയിട്ട്. ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പാർട്സിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് കാണാം. AGP എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ തായ്വാൻ്റെ പ്രസ്സിങ്ങുള്ള ബോഡി പാർട്സാണത്. നല്ലൊരു പാക്കിങ്ങിലോട് കൂടിയാണ് അത് വരുന്നത്. അത് ഡാമേജും കാര്യങ്ങളും പറ്റാതിരിക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് പാക്കിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോണറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് കാണാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ ഫെൻഡറും AGPയുടെ ഫെൻഡറാണ്, ഒറിജിനൽ തായ്വാൻ്റെ ഫെൻഡറാണ്. അതും ക്വാളിറ്റി പക്ക ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് റിമൂവ് ചെയ്ത് കാണാം. മെറ്റൽ പാർട്സൊക്കെ നല്ല പ്രൈമർ കോട്ട് അടിച്ചു വരുന്ന പാർട്സാണ്. അത് ഒരു ലോക്കൽ പാർട്സ് ആയിട്ടുള്ള അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പെർഫെക്ഷൻ. അത് ഒരു പ്രൈമർ കോട്ടിംഗ് ഒക്കെ ചെയ്തു വരുന്ന ഒരു പാർട്സ് തന്നെയാണ് തായ്വാൻ്റെ ബോഡി പാർട്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്. ഇതിൻ്റെ കുറഞ്ഞ പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം അത് ലോക്കൽ പ്രസ്സിങ്ങിലുള്ള പാർട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കാർ ഗാരേജിൽ യൂസ് ചെയ്യുന്നത്. കാർ ഗാരേജിൽ ക്വാളിറ്റി ഉള്ള പാർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ. ആക്യുറേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ബമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്യുറേറ്റ് എന്ന് പറയുന്ന കമ്പനി ഇത്തിരി പോപ്പുലറായ കമ്പനിയാണ്. ആദ്യം പണ്ടൊക്കെ, അതായത് കുറച്ച് കാലം മുമ്പൊക്കെ ഫ്രണ്ടിലെ ഗാർഡ്, ബാക്കിലെ ഗാർഡ് ഇപ്പോഴും വരുന്നുണ്ട്. ക്രോം ഐറ്റംസൊക്കെ വന്നിരുന്നത് ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനി വഴിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ബമ്പേഴ്സും കാര്യങ്ങളും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഗ്രില്ല്, ബമ്പർ, ബാക്കിലെ ഡിക്കി, ക്രോം, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ആക്യുറേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇന്നോവ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിലെ ഗ്ലാസ്സുകൾ ഫുള്ളും റിമൂവ് ചെയ്യും. ഗ്ലാസ്സുകൾ, സൈഡിലെ പാഡ്, ഡോർ പാഡുകൾ, സൈഡിലെ ഫുൾ ബീഡിങ്ങുകൾ നമ്മൾ റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ സെൻട്രൽ പേപ്പർ, ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുൾ നമ്മൾ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. സൈഡ് ഡോറിലെ ഗ്ലാസ്സുകളും പാഡുകളും ബീഡിങ്ങുകളും ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്യും. റൂഫിൻ്റെ ടോപ്പിൽ വരുന്ന ബീഡിങ് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബോണറ്റ്, ഫ്രണ്ടിലെ ഭാഗം, അതായത് ഫ്രെയിം നിർത്തുക, അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, ബമ്പർ സാധനങ്ങളെല്ലാം ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ഫസ്റ്റ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. അത്രയും ഭാഗം പെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബമ്പറും ബാക്കിൽ ബമ്പർ, സൈഡിലെ സ്കർട്ടിങ്ങൊക്കെ സെപ്പറേറ്റ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യും. പിന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന രീതി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ നമ്മളുടെ പഴയ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ ക്ലിയർ കോട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യും. പേപ്പറിട്ട് ഉരച്ച് റിമൂവ് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ ബോഡി ഷേപ്പിംഗ് ചെയ്യും. ബോഡി ഷേപ്പിംഗ് ചെയ്തിട്ട് സർഫേസർ കോട്ട് ഫുള്ളായിട്ട് അടിക്കും. സർഫേസർ കോട്ട് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ബേസ് അടിക്കും. നമ്മുടെ കളർ ഏതാണോ അതിൻ്റെ ബേസ് കോട്ട് അടിക്കും. അതിന് ശേഷം പെയിൻറ്റിൻ്റെ ബേസ് അടിക്കും, അതായത് കളറിൻ്റെ ബേസ് അടിച്ചതിന് ശേഷം ക്ലിയർ അടിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും എത്ര കോട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ അത് കോട്ടല്ല, നമ്മൾ കവർ, ഇപ്പോൾ ഉള്ള പെയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ പേള് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കവറിങ് കുറഞ്ഞ പെയിൻ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഫുൾ കവറിങ് ആവണം അത്ര നമ്മൾ അത് അടിക്കും. അതിൻ്റെ കവറിങ് അനുസരിച്ചിരിക്കും അതിൻ്റെ കോട്ട്. അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് 2 കോട്ട് അടിക്കുമോ 4 കോട്ട് അടിക്കുമോ എന്നല്ല, അതിൻ്റെ കവറിങ് എത്രയാണോ വരുന്നത് അത്രയും നമ്മൾ കവർ ചെയ്തടിക്കും. പിന്നെ നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് കാപ്സിയുടെ പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാപ്സി 2K എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, കാപ്സി 2K എന്നല്ല, കാപ്സി എന്ന് പറയുന്ന കമ്പനിയുടെ പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2K ക്വാളിറ്റിയിലുള്ള പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 1K, അതായത് ബോഡി ഷേപ്പിങ്ങിന് ബോഡി ഫില്ലറും അതിൻ്റെ പിന്നെ ഒരു NC പുട്ടി യൂസ് ചെയ്ത് ബോഡി ഷേപ്പിംഗ് ചെയ്യും. പിന്നെ നോർമലായിട്ടുള്ള ഡോട്ടുകളുണ്ടെങ്കിൽ അത് ഡോട്ട് പുട്ടി യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും. അതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 1K പ്രൈമർ അല്ലെങ്കിൽ 2K പ്രൈമർ. 1K പ്രൈമറാണ് സാധാരണ അടിക്കാറ്. ചില വണ്ടിക്ക് ബോഡി ഫില്ലർ യൂസ് ചെയ്യുന്നത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ 2K പ്രൈമർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യും. അതിന് ശേഷമാണ് ബേസ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും കാപ്സി 2K എന്ന് പറഞ്ഞ പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ബേസ് കോട്ടിന് കാപ്സി 2K, ക്ലിയർ കോട്ട് കാപ്സി 2K. നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബോഡി ഫില്ലർ. ബോഡി ഫില്ലറാണ് നമ്മൾ കൂടുതലായിട്ട് ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ടാക്ക് ഒന്നല്ല, ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള കവർ, അതായത് ഹോൾസ് ഉണ്ടെങ്കിൽ, അതായത് കണ്ണോട്ട പറയും, അങ്ങനത്തെ ഹോൾസ് ഉണ്ടെങ്കിൽ NC പുട്ടി യൂസ് ചെയ്യുക. NC പുട്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡോട്ട് പുട്ടി എന്ന് പറഞ്ഞൊരു പേസ്റ്റുമാതിരി വരുന്നൊരു പുട്ടിയുണ്ട്. അപ്പോൾ അതും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കവറിങ്, അതായത് ബോഡി ഷേപ്പിങ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ.
പിന്നെ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മളുടെ പെയിൻറ്റ് 1500-ൻ്റെ ഓരോ പേപ്പർ, അതായത് എമിരിയും 2000-ൻ്റെ എമിരിയും യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യും. അതായത് നമ്മളുടെ പെയിൻറ്റ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ സ്പ്രേയിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഫിനിഷിങ് ഉണ്ടാവും, എന്നാൽ പോലും ഒരു ചെറിയ തോതിലുള്ള ഫിനിഷിങ് കുറവ്, അതായത് നമ്മളുടെ ഒഴുക്കുമാതിരി തോന്നും. ആ ഒഴുക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ 1500-ൻ്റെ എമിരിയും 2000-ൻ്റെ എമിരിയും യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഈ ക്ലിയർ കോട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ റബ്ബിങ് വാറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫുള്ളും മെഷീൻ ഓടിക്കും. അതിന് ശേഷം 3M പോളിഷിങ് ഫുള്ളായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മങ്ങലോ കാര്യങ്ങളോ, അതായത് നമ്മളുടെ സൂര്യപ്രകാശം, അതായത് ഗ്ലാസ് ഫിനിഷിങ് നമുക്ക് കിട്ടും. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ഗ്ലാസ് ഫിനിഷിങ് കിട്ടും. അതായത് ഡയറക്റ്റ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ഡയറക്റ്റ് വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ, പെയിൻറ്റിങ് കളറും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ആ ഒരു ഫിനിഷിങ് കുറവായിരിക്കും. അപ്പോൾ അതിനും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് 1500-ൻ്റെ 2000-ൻ്റെ എമിരി യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് റബ്ബിങ് ഇട്ട് മെഷീൻ ഓടിക്കും. അതിനുശേഷം 3M വാറ്റ്സ് ഇട്ടിട്ട് ഫുള്ളായിട്ട് പോളിഷ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടികളും ടൈപ്പ് 4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ഈ രീതിയിലുള്ള പാർട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പാർട്സിൻ്റെ കാര്യം മാത്രമല്ല, പെയിൻറ്റിങ്ങിൻ്റെ കാര്യം, ഏതൊരു വണ്ടി, ഇപ്പോൾ ടൈപ്പ് 4 ഇന്നോവ ചെയ്യുന്നത് മാത്രമല്ല, ഏതൊരു വണ്ടിയും നമ്മളുടെ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ് CarJJ ചെയ്യുന്നത്. അപ്പോൾ ഇന്നോവ ടൈപ്പ് 4 ആക്കാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കായാലും നമ്മൾ ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ അല്ല, എൻ്റെ ഗാരേജിൻ്റെ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.